Good evening, children. Today we are going to discuss about dawn of hope. Dawn of hope means morning of hope. Dawn means early morning. പ്രതീക്ഷയുടെ പ്രഭാതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ പേര് അതാണ്, പ്രതീക്ഷയുടെ പ്രഭാതം. സോ ഇൻ അവർ ലൈഫ് we all in some time or other we ever used to face with, or we sometimes we face with difficulties, but how many of us can meet with them successfully? എത്ര പേർക്ക് അത് ആ ഒരു ഡിഫിക്കൽട്ടീസിനെ സക്സസ്ഫുള്ളായിട്ട് ഫേസ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസസിലുള്ള കുറച്ച് പേരെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ലെസൺ ദ ജംഗിൾ എയർ ക്രാഷാണ്. ഇതൊരു നറേറ്റീവാണ് ആൻഡ് ഇറ്റ്സ് അബൌട്ട് എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. ഒരു റിയലി നടന്ന ഒരു മിറാക്കുലസ് ആയിട്ടുള്ള റിയലി നടന്ന ഒരു എയർ ക്രാഷും അതിൽ നിന്ന് മിറാക്കുലസായി രക്ഷപ്പെട്ട ജൂലിയൻ കൊപ്പെക് എന്ന് പറയുന്ന ഒരു ലേഡിയെക്കുറിച്ചുമാണ് ഫസ്റ്റ് ലെസണിൽ പറയുന്നത്. പിന്നീടുള്ള 2 ലെസൺ ഓൺ കില്ലിങ് എ ട്രീ, ഇറ്റ്സ് എ പോയം, ആൻഡ് ദ ലാസ്റ്റ് ലീഫ് ഇറ്റ്സ് അഗൈൻ എ വെരി ഹോപ്പ്ഫുൾ സ്റ്റോറി ബൈ ഒ ഹെൻറി. അപ്പോൾ ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോട്ട് അതിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ബി ഫെമിലിയറൈസ് വിത്ത് ദാറ്റ്. Keep your face always toward the sunshine and the shadows will fall behind you. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? Keep your face always toward the sunshine. Sunshine, that in this particular scenario, the sunshine indicates hope. We must be hopeful in our life. നമ്മൾ എപ്പോഴും we must expect hope in our ലൈഫ്. ഏതൊക്കെ അവസ്ഥ നമ്മുടെ മുൻപിൽ വന്നാലും നമ്മളതിനെ വി മസ്റ്റ് എക്സ്പെക്റ്റ്, ഇനി വരും, ഹോപ്പ്ഫുള്ളായിരിക്കണം, ഇനി സംതിങ് ഉണ്ടാവും, ഇനി ഗുഡ് ഉണ്ടാവും. എത്ര വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ വിചാരിക്കണം, ഇല്ല, ഇനിയും എനിക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടാവും, ഇനി അടുത്തത് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ വേണം. അങ്ങനെ if you are hopeful like that, then quite naturally the shadows will fall behind you. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? You can easily face with the problems, and that bad time will fall behind you. നിങ്ങളുടെ പുറകിലേക്ക് അത് പോകും. ഇവിടെ ഷാഡോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ബാഡ് ടൈമിനെ ആവാം. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെപ്പോഴും നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുക? നമ്മൾ സൺഷൈൻ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പുറകിലാണ് ഷാഡോ നമുക്കെപ്പോഴും കിട്ടുക. അത് ടൈം അനുസരിച്ച് കൂടി ഇരിക്കും. പക്ഷെ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആ സൺഷൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോപ്പും ഷാഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ബാഡ് ടൈമുമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് നമ്മളുടെ സൂര്യൻ നമ്മുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ക്വൈറ്റ് നാച്ചുറലി നമ്മുടെ ഷാഡോ പുറകിലായിരിക്കും, അല്ലേ? അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നിങ്ങൾ സൂര്യനെ നോക്കുക, പ്രകാശിക്കുന്ന സൂര്യനെ നോക്കുക. പ്രകാശിക്കുന്ന സൂര്യൻ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് നിങ്ങളുടെ പുറകിലേക്ക് മറഞ്ഞുകൊള്ളും എന്നാണ് വാൾട്ട് വിറ്റ്മാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us be familiarized with great personality. അതിന് മുമ്പായിട്ട് നമ്മളോട് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാവ് യു എവർ ബീൻ ഇൻസ്പയർഡ് ഓർ മോട്ടിവേറ്റഡ് ബൈ സമൺ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ? സോ ഉറപ്പായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ബുക്കിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഏതെങ്കിലും, അല്ലേ? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ചില സമയത്ത് നമ്മുടെ പാരൻസോ ഒക്കെ ആയിരിക്കാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെപ്പോഴെങ്കിലും
മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. സോ വാട്ട് ഓർ ഹൂ ഹാസ് ഇൻസ്പയർഡ് യു ഇൻ യുവർ ലൈഫ്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഇൻസ്പയർഡ് ആക്കിയത്? സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ഷേപ്പിംഗ് യുവർ പേഴ്സണാലിറ്റി? എന്താണ് ആ ഒരു മോട്ടിവേഷന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യാനായിട്ട് അത് കൊടുക്കുന്ന റോൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ യഥാർത്ഥത്തിൽ മോട്ടിവേഷന് എന്തെങ്കിലും റോളുണ്ടോ നമ്മുടെ പേഴ്സണാലിറ്റിയെ മോൾഡ് ചെയ്യാൻ? ഐ വിൽ സേ യെസ്. കാരണം എന്താ, നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആണ്. നമ്മളിപ്പോൾ just you imagine your mother is a good if your mother is a good motivator, then quite naturally every time you face difficulties your mother will start encouraging you, your mother will start motivating you or inspire you. then നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോബ്ലമൊക്കെ വിട്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയും അതൊക്കെ പോട്ടെ, ജസ്റ്റ് നമ്മുടെ മദർ നമ്മളോടൊന്ന് പോട്ടെ, അല്ലെങ്കിൽ ഫാദർ, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ടായാലും ആരെങ്കിലും ഒന്ന് പോട്ടെ, ഇല്ലടാ അതൊക്കെ ശരിയാവും, നമുക്ക് ഉണ്ടല്ലോ, ലൈഫ് നമ്മുടെ മുമ്പിൽ കിടക്കുകയല്ലേ, ഇതൊക്കെ നിസ്സാരമാകുന്ന ഒരു ദിവസം വരും എന്ന് നമ്മളോട് പറയുന്ന നിമിഷം നമ്മൾ മോട്ടിവേറ്റഡ് ആവും. വീണ്ടും നമ്മൾ ഫേസ് ഡിഫിക്കൽട്ടീസിന്, എന്ത് ഡിഫിക്കൽട്ടി ആണെങ്കിലും നമ്മൾ പിന്നത്തേക്ക് അത് നമുക്ക് പുതിയ പ്രതീക്ഷ തരും. ആ മോട്ടിവേഷൻ നമുക്ക് പുതിയ പ്രതീക്ഷ തരും. ആ പ്രതീക്ഷ നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് കാരണമാവും. അപ്പോൾ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് റിയൽ ലൈഫിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഫസ്റ്റ് പേഴ്സണാലിറ്റി. സോ ഷീ ഈസ് ഇറാസിങ്കാൾ. നമ്മൾ ഇതിലിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ അപ്പിയറൻസ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് വെരി ക്ലിയർ ഷീ ഹാസ് സം ഡിഫോമിറ്റീസ്. ഇവിടെ ടോപ്പർ ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷനാണ് അവർ. 2015 സിവിൽ സർവീസ് എക്സാമിനേഷന് ടോപ്പറായ ലേഡിയാണ്. ആൻഡ് ഷീ ഹാസ് ഫോട്ട് ബ്രേവ്ലി എഗെയിൻസ്റ്റ്, ബ്രേവ്ലി മീൻസ് വിത്ത് കറേജ്, ധൈര്യത്തോടുകൂടി, ബ്രേവ്ലി എഗെയിൻസ്റ്റ് ഹെർ ഡിസബിലിറ്റീസ് ഇൻ ഓർഡർ ടു റീച്ച് ഹിസ് പ്രസ്റ്റീജിയസ് പൊസിഷൻ. അവരുടെ ആ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിലെത്താൻ വേണ്ടി അവർ അത്രയധികം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അത് മാത്രമല്ല, അവിടെ അവരുടെ പാരൻസും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർക്ക് അത്രയും ഫിസിക്കലി വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇറാസിങ്കാൾ. ഇറാസിങ്കാൾ എന്ത് പ്രശ്നം വന്നിട്ടും അവരതിനൊക്കെ ഓവർകം ചെയ്ത് ഇത്രയും വലിയൊരു പ്രസ്റ്റീജിയസ് പൊസിഷനിലേക്ക് അവരെത്തി. അവരുടെ പാരൻസ് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ അത് ഈ ഫിസിക്കൽ ഡിഫോർമിറ്റീസൊക്കെ ഒന്നുമല്ല എന്ന് പ്രൂവ് ചെയ്ത ഒരു നമ്മുടെ മുമ്പിലുള്ള ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇറാസിങ്കാൾ. സോ ഇവിടെ ലെറ്റ്സ് സീ എന്താണ് അവർക്ക് ലൈഫിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. There are no problem in life except those that we choose consider as problems. Let life gives us challenge. It is up to us to take them as opportunities or problems. Everyone has different issues to handle, but now we handle them will define what impact we learn or what impact we leave on the world. ഇപ്പോൾ ലൈഫിൽ there are no problem in life. നമ്മൾ പ്രോബ്ലമാണെന്ന് കൺസിഡർ ചെയ്യാത്തിടത്തോളം ലൈഫിലൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും അതിനെ പ്രോബ്ലമാണെന്ന് കൺസിഡർ ചെയ്യുന്നത് വരെ അത് പ്രോബ്ലം അല്ല. നമ്മൾ അതിനൊരു പ്രശ്നമാണ് എന്ന് തീരുമാനിക്കുമ്പോഴാണ് അത് പ്രോബ്ലം ആവുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? എക്സ്പീരിയൻസിനെ വിളിക്കാൻ പറ്റുള്ളൂ. അനുഭവമാണത്. കാരണം ലൈഫിൽ ഓരോ പ്രോബ്ലംസും അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസസും നമ്മുടെ മുൻപിലേക്ക് വരുന്നത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ്. അത് നമ്മൾ സ്വയം ഇമ്പ്രൂവ്ഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. സോ എവ്രി വൺ, നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങളിപ്പോൾ ചിൽഡ്രൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ 9th നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഐ വിൽ നോട്ട് സേ ലൈക്ക് ദാറ്റ്. ഒരിക്കലും ഒരാൾക്കും അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോബ്ലം ഉണ്ടാവും, പാരൻസിന് അവരുടേതായ പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ ആരെ എടുത്ത് നോക്കിയാലും അവർക്ക്
അവരുടേതായ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ എങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ദാറ്റ് വിൽ ഡിഫൈൻ വാട്ട് ഇമ്പാക്റ്റ് വി ലീവ് ഓൺ ദ വേൾഡ്. അതനുസരിച്ചായിരിക്കും എങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മൾ ഈ ലോകത്തിൽ എന്ത് അവസാനം ലീവ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇറാസിൻകാൾ തന്നെ വിചാരിക്കുകയാണ്, ഓക്കെ, ഐ വാസ് ആക്ച്വലി ബോൺ വിത്ത് സോ മെനി ഡിഫോമിറ്റീസ്, സോ വൈ ഐ എം വർക്കിംഗ്. ഞാൻ അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസാണ് അവർ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഡിഫോമിറ്റി, എനിക്ക് ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ട്, ശരീരത്തിന് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോരായിരുന്നോ? അതുമാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ചുറ്റും തന്നെ കാണുന്നതാണ് കൈകാലുകൾ പ്രശ്നമുള്ളവർ, അല്ലേ, കൈകാലുകൾ ചിലവർക്ക് ഇല്ലാത്തവർ, അങ്ങനെ ഓരോ പല തരത്തിൽ പ്രശ്നമുള്ളവർ, ഈവൻ അസുഖങ്ങളോട് പോരാടുന്നവർ, ക്യാൻസറിനോട് വരെ ഫൈറ്റ് ചെയ്യുന്നവർ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്യാൻസർ വന്ന് ഫുള്ള് മുടിയും പോയി എല്ലാം ഇതായി, ഇതൊക്കെ സംഭവിച്ചിട്ടും അതിനൊക്കെ പുഞ്ചിരിയോടെ നേരിടുന്നവർ, ഇങ്ങനെ പല തരത്തിൽ ഉള്ള മനുഷ്യരുള്ള ലോകത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന നൂറുകണക്കിന് എക്സാമ്പിൾസാണ്. നമ്മളെ ഫേസ്ബുക്കിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവസാനം വെറുതെ ഒരു ഭർത്താവ് പോലീസായിരുന്നു, ആ പോലീസായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വന്തം ലൈഫിലേക്ക് ഒരു പോലീസ് എല്ലാവരും വന്ന് പോലീസിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് കണ്ടതുകൊണ്ട് അതിൽ മോട്ടിവേറ്റഡായി പിന്നീട് ഒരു വലിയ IPS ഓഫീസറായി തീർന്ന ഒരു ലേഡിയെക്കുറിച്ച് നമ്മൾ FBയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതുപോലെ ഈ അടുത്ത് വക്കീൽ ആയിട്ട് തീർന്ന ഒരു സാധാരണ വീട്ടമ്മ, ഇങ്ങനെ പല 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 കഥകൾ നമ്മുടെ ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. സോ ഇനി നമ്മൾ ഈ ലെസണിൽ കാണാൻ പോകുന്നതും ഇതുപോലെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. സോ അവർ ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആൻഡ് ചലഞ്ചസ്. Challenges which can take any shape at any time. It may be in the form of disabilities, disasters, accidents. അത് നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസ് പലതരത്തിലാവാം. ഒരു പക്ഷേ എന്തെങ്കിലും ഡിസബിലിറ്റിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലാവാം. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഈവൻ നമുക്ക് പഠിക്കാനുള്ള കഴിവ് പോലും പലർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസബിലിറ്റി. ചിലർക്ക് ടൈം മാനേജ് ചെയ്യാനായിരിക്കും പ്രശ്നം, ചിലവർക്ക് സ്ട്രക്ചേർഡായിട്ട് എഴുതാനായിരിക്കും പ്രശ്നം. ഇങ്ങനെ പല പല ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ട്. പക്ഷേ അതൊരു ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞിരിക്കാതെ അതിനെ ഫേസ് ചെയ്യുന്നവർ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നവരാണ് ഈ ലോകത്തിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുക. സോ നോക്കാം, ഇനി നമ്മൾ കാണാൻ പോകുന്നത് let us read the survival story of a 16-year-old girl called Julian Kopec. The way she handled a dangerous situation exemplifies the matchless power of the human mind. ഹ്യൂമൻ മൈൻഡിൻ്റെ പവർ എന്താണെന്ന് ഒന്നിനോടും നമുക്ക് ഉപമിക്കാൻ പറ്റാത്തത്ര കഴിവുള്ളതാണ് ഹ്യൂമൻ മൈൻഡെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ ജംഗിൾ എയർ ക്രാഷ്. ജൂലിയൻ കൊപ്പെക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജൂലിയൻ കൊപ്പെക്കിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. നമ്മൾ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അത് വെറുതെ ഒരു സ്റ്റോറി ആയിട്ട് എഴുതിയിരിക്കുന്നതല്ല. അവരുടെ ലൈഫിൽ അവർ റിയലായി അനുഭവിച്ച ഒരു ആക്സിഡൻറ്റിൽ, ഒരു പ്ലെയിൻ ക്രാഷിൽ അവരായിരുന്നു ആകെ ഉണ്ടായിരുന്ന സർവൈവർ. ആ സർവൈവർ ഇവിടെ റിയലായിട്ടുള്ള അവരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, വിക്ടേഴ്സ് ക്ലാസ്സിൽ മാഡത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂലിയൻ ഡില്ലർ, ബോൺ 10 ഒക്ടോബർ 1954. ജൂലിയൻ മാർഗരറ്റ് കൊപ്പെക് ഒരു ജർമ്മൻ ബയോളജിസ്റ്റാണ്. പെറുവിലാണ് ജനിച്ചത്. ആൻഡ് ഷീ ഈസ് ബെസ്റ്റ് നോൺ, കൂടുതലും അവരെ അറിയുന്നത് സോൾ സർവൈവർ എമംഗ് 92 പാസഞ്ചേഴ്സ്. 92 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്ന ഒരു 1971 ലാൻസ ഫ്ലൈറ്റ് 508 ഒരു ആ ഫ്ലൈറ്റിന് നടന്ന ഒരു എയർ ക്രാഷിലെ ഏക സർവൈവറാണ്
ജൂലിയൻ കൊപ്പക്. അപ്പോൾ ഹെർ മെമ്മോയർ അവരുടെ ഓർമ്മക്കുറിപ്പായ വെൻ ഐ ഫ്ലൈ ഫ്രം ദ സ്കൈ ഈസ് എൻ ഇൻ്റർനാഷണൽ, അതൊരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ആൻഡ് ഈസ് എ ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് ഹാരോയിങ് അഡ്വെഞ്ചർ ആൻഡ് ആൻ ഇൻസ്പയറിങ് ലൈഫ്. അത് നമ്മൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു നറേഷൻ നൽകുന്ന ഒരു മെമ്മോയറാണ്. അപ്പോൾ ഇനി അന്ന് ഒരു ലോൺലി സർവൈവറായിട്ട് പോലും അവരെങ്ങനെ അത് ഫേസ് ചെയ്തു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏരിയയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. സോ ഫ്രം ദ ഫ്ലൈറ്റ് ജേർണി itself we are starting. I have always enjoyed flying. My mother and I board Lanza Airlines Flight 508 as I had just finished the secondary school in Lima, and we wanted to spend Christmas with my father in our jungle hut. So our Julian ever enjoyed flying. അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഫ്ലൈറ്റ് ജേർണി. ആൻഡ് മൈ മദർ, ഇവരെന്താ ചെയ്യുന്നത്, ബോത്ത് ഓഫ് ദം, ഹർ മദർ ആൻഡ് ഹെർ സെൽഫ്, ദേ ബോത്ത് ബോർഡഡ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റിൽ അവർ ഇവളുടെ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ അവർ ലാൻസ എയർ ഫ്ലൈറ്റിൽ അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ കാരണം ഇതായിരുന്നു, they want to spend the Christmas vacation with her father in our jungle hutലാണ് അവർ ക്രിസ്മസ് ഫാദറിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിനായിട്ടായിരുന്നു അവർ ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങിയത്. ഡാഡി ആൻ ഇക്കോളജിസ്റ്റ് is the one who study more about nature, and mother an ornithologist is one who study more about birds. So held professions at San Marcos University Lima. ഇവർ രണ്ടുപേരും പ്രൊഫസേഴ്സ് ആയിരുന്നു, സാൻ മാർക്കസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ആയിരുന്നു. ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ വേർ ദേ ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഇറ്റ് വാസ് എ യൂഷ്വൽ തിങ്. ഇവർ രണ്ടുപേരും ഏകദേശം അടുത്ത് ഒരാൾ ഇക്കോളജിസ്റ്റും ഒരാൾ ഓർണിത്തോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ദേ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം in the forest. And I was sitting in the third row of seats from the rear next to the window. So എവിടെയായിരുന്നു ഇരുന്നിരുന്നത്, തേർഡ് റോയിലാണ് ഇരുന്നിരുന്നത്. ഫ്രം റിയർ മീൻസ് റിയർ ഈസ് ആക്ച്വലി എ സെപ്പറേഷൻ. അതിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നാമത്തെ റോയിലായിരുന്നു ഇരുന്നിരുന്നത്. നെക്സ്റ്റ് ടു ദ വിൻഡോ, തൊട്ടടുത്ത്, വിൻഡോൻ്റെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത്. സോ മദർ സാറ്റ് ബിസൈഡ് മീ ആൻഡ് എ മാൻ വി ഡിഡ്ന്റ് നോ ഓൺ ദ എയ്സൽ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത അമ്മ, അതിൻ്റെയും അപ്പുറത്തായിട്ട് എ സ്ട്രേഞ്ചർ, ആൻഡ് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ എയ്സൽ. സോ വാട്ട് ഡു യു മീൻ ബൈ എയ്സൽ? നമ്മളെ ഫ്ലൈറ്റിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു പാസേജ്, 2 റോ ഓഫ് സീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാസേജ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് എയ്സൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ഹോസ്റ്റസൊക്കെ പോകുന്ന ഒരു പാത്ത് കണ്ടിട്ടുണ്ടാവില്ലേ, അതാണ് എയ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എവ്രിതിങ് seemed quite normal. The take off means ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. The climb over the snow covered angels, breakfast, the smiling steward means the helping people, servant people. ഇവിടെ ഉദ്ദേശിക്കുന്ന എയർ ഹോസ്റ്റസ്. ഇതെല്ലാം എല്ലാനും ഒരു കുഴപ്പമില്ലാതെ പോയി. ടേക്ക് ഓഫ്, സ്നോയിൻ്റെ മുകളിലൂടെയുള്ള പോവൽ, ബ്രേക്ക്ഫാസ്റ്റ്, സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഹോസ്റ്റസ്, ഇതെല്ലാം വളരെ നോർമലായിട്ട് പോയി. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറിസോൺ. ഇപ്പം എന്താ, ഇവർ ഗ്രീൻ ജംഗിൾ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറിസോൺ. ഇവർക്ക് കാണാമായിരുന്നു ഹൊറിസോണിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ജംഗിൾ ഇവർക്ക് കാണാമായിരുന്നു. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറിസോൺ, പീപ്പിൾ വെയർ റിയറിങ് ഓർ ചാറ്റിംഗ്. reading or chatting. Most of the people, either they were engaged in reading or chatting. ഒന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ ആളുകളും. എവ്രി വൺ വാസ് ഇൻ എ ഹോളിഡേ മൂഡ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അടുത്ത സമയമാണ്, അതുകൊണ്ട് തന്നെ മോസ്റ്റ് പീപ്പിളും ഒരു ഹോളിഡേ മൂഡിലായിരുന്നു. ആരും പ്രൊഫഷണലായിട്ട് അത്ര സീരിയസ് ആയിട്ടിരിക്കുന്ന ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. So in clear weather, the flight from Lima to Pucallpa is one of the most beautiful in the world. അപ്പോൾ വെതർ ക്ലിയർ ആണെങ്കിൽ
ലിമേന്ന് പുക്കാൽപ്പയിലുള്ള ജേണി എന്ന് പറയുന്നത് ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ജേണി. കാരണം അത്രയ്ക്കും സുന്ദരമായ കാഴ്ചകൾ താഴെ കാണാൻ പറ്റും. ബട്ട് 30 minutes ആഫ്റ്റർ ദ ടേക്ക് ഓഫ് വെൻ വി വെയർ ഓവർ ദ ജംഗിൾ വിസിബിലിറ്റി ഡിമിനിഷ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഇവിടെ എന്താ സംഭവിച്ചത്? 30 minutes എടുത്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 30 minutes ആയി ജംഗിളിൻ്റെ നേരെ മുകളിലെത്തിയ സമയത്ത്. ബട്ട് 30 minutes ആഫ്റ്റർ ദി ടേക്ക് ഓഫ് വെൻ വി വെയർ ഓവർ ദ ജംഗിൾ പെട്ടെന്ന് കാഴ്ച മങ്ങാൻ തുടങ്ങി. വിസിബിലിറ്റി ഡിമിനിഷ്. വിസിബിലിറ്റി മീൻസ് സൈറ്റ്. ഡിമിനിഷ് മീൻസ് റിഡ്യൂസ്ഡ്. ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഡിംഡ്. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. പെട്ടെന്നാണ് ശക്തമായൊരു കാറ്റ് ഇതിൻ്റെ മുകളിലേക്ക് അടിച്ച്, ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് അടിച്ച്. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ വി hit a storm front, and at this time it was completely different from anything I had experienced before. അപ്പോൾ അതുവരെ അനുഭവിച്ചു നിന്നും തികച്ചും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ഇൻ ടു നൈറ്റ് അറൗണ്ട് അസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അത്രയും നേരം വളരെ സുന്ദരമായ പകലായിരുന്നത് ഒരു പെട്ടെന്ന് രാത്രി പോലെയായി, മുഴുവൻ ഇരുട്ടായി ചുറ്റും. Different from anything I had experienced before. Then lightning was flashing incessantly from all direction. എന്താ എല്ലായിടത്തു നിന്ന് പല ഡയറക്ഷനിൽ നിന്നായിട്ട് ഇടിമിന്നലുകൾ കണ്ടു. And at the same time an invisible power began to shake our aeroplane as if it was a plaything. എന്താ സംഭവിച്ചത്? എന്തോ നമ്മളിപ്പോൾ ഒരു കുട്ടി കളിപ്പാട്ടെടുത്ത്, ഒരു ഫ്ലൈറ്റിൻ്റെ കളിപ്പാട്ടമാണെങ്കിൽ കളിപ്പാട്ടെടുത്ത് കുലുക്കുന്ന പോലെ എന്തോ ഒരു സാധനം ഞങ്ങളുടെ ഫ്ലൈറ്റിനിട്ട് കുലുക്കിക്കൊണ്ടിരുന്നു. ഒരു കളിപ്പാട്ടം പോലെ. And I had experienced before, at the same time an invisible power began to shake our aeroplane as if it were a plaything. People cried out as objects fell on their heads. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വലിയ ലഗേജസൊക്കെ ഫ്ലൈറ്റിൻ്റെ വിങ്സിലാണ് നമ്മൾ കൂടുതൽ വയ്ക്കുക. അല്ലാത്ത ലഗേജസ്, ചെറിയ ലഗേജസൊക്കെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ടുള്ള സൈഡ് റാക്കുകളാണ് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈഡ് റാക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിടുന്ന റാക്കുകളാണ് കൂടുതലും അതിൻ്റെ ഷട്ടർ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഷേക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ ഷട്ടേഴ്സ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നുള്ള ബാഗുകൾ താഴേക്ക് ഇവരുടെ തലയിലേക്ക് വീഴാനായിട്ട് തുടങ്ങി. സോ fell on their heads, bags, flower, packages, toys. ഇതെല്ലാം ബാഗുകൾ, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്തിങ് റെയിൻഡ് ഡൗൺ ഹാർഡ് ഓൺ us. ഇതെല്ലാനും ഇവരുടെ മേലേക്ക് വീഴാൻ തുടങ്ങി. ബാഗ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാ സാധനങ്ങളും ഈ ഇരിക്കുന്ന ആളുകളുടെ മേലേക്ക് വീഴാൻ തുടങ്ങി. ആൻഡ് സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദി എയർ. അടുത്തത് പ്രശ്നം എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ട്രേ എന്ന് പറയുന്ന കാര്യം ഫ്ലൈറ്റിൽ നമുക്കറിയാമല്ലോ, ഷെൽഫുകളും ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ ചെയ്യാറ് ഈ നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കുള്ളൂ കൂടുതലും എയർ ഹോസ്റ്റസ് ഇരിക്കുക. ഈ എയർ ഹോസ്റ്റസ് അവർ ആണല്ലോ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവർ ചെയ്യുക ട്രേകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓരോ ചെറിയ റാക്കിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുക. നമ്മളുടെ പാത്രങ്ങളൊക്കെ അടക്കി വയ്ക്കുന്ന പോലെ ഓരോ റാക്കിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഈ ഫ്ലൈറ്റ് ഷേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ തുടങ്ങിയതോടുകൂടി ആ റാക്കുകളിൽ നിന്നെല്ലാനും ഈ ട്രേകൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? അത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ആളുകളുടെ മേലേക്ക് ഈ ട്രേകൾ വന്ന് വീഴാൻ തുടങ്ങി. So people, they were get frightened, they get scared, പേടിച്ചു. And they screamed, അലറി വിളിക്കാൻ തുടങ്ങി. And started to cry, കരയാൻ തുടങ്ങി. And outside I saw a sort of bright yellow flame shooting from the right wing. അപ്പോൾ ഈ വിൻഡോ സീറ്റിലായതുകൊണ്ട് തന്നെ ജൂലിയൻ കൊപ്പയ്ക്ക് ഒരു കാഴ്ച കണ്ടു. എന്താണ്? ഒരു ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം, നല്ല ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് അത്? തീ അല്ലേ? തീ കത്താൻ തുടങ്ങി റൈറ്റ് വിങ്ങിൽ. And I was blinded by the blazing light, while at the same time I heard my mother saying quite calmly, now it's all over. അപ്പോൾ അമ്മയും ഈ കാഴ്ച കണ്ടു. അപ്പോൾ അവൾ
ഈ യെല്ലോ ഫ്ലെയിം കണ്ടെങ്കിലും അവൾ പുറത്തേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇടിമിന്നൽ വന്ന അവളുടെ കാഴ്ച അവൾക്ക് പിന്നെ നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കായിട്ട് മാറി. So now it's all over. An instant later, there was a violent shaking and I found myself outside the plane. അപ്പോൾ ഇവളുടെ അമ്മ പറയുന്നുണ്ട്, ഫ്ലൈറ്റിൻ്റെ സൈഡിൽ വിങ്സിൽ തീ കണ്ടതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി വലിയ പ്രതീക്ഷ വിചാരിക്കേണ്ട, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. അടുത്ത നിമിഷം എന്താ സംഭവിച്ചത്? there was a violent shaking. പെട്ടെന്ന് അതിശക്തമായി ഒരു കുലുക്കം ഉണ്ടായി. പിന്നെ നോക്കിയപ്പോൾ ജൂലിയൻ കൊപ്പയ്ക്ക് ഫ്ലൈറ്റിൻ്റെ പുറത്തുണ്ട്. ഐ ഫൗണ്ട് മൈസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ എന്താ, ഫ്ലൈറ്റിൻ്റെ പുറത്ത് അതിൽ നിന്ന് വിട്ട് ഞാൻ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. നമ്മൾ ആലോചിക്കണം, ജൂലിയൻ കൊപ്പയ്ക്ക് വിൻഡോ സീറ്റിലായിരുന്നു, വിൻഡോൻ്റെ തൊട്ടടുത്താണ് ഇരുന്നത്. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിങ്ങനെ പറക്കുന്ന ഒരു ദൃശ്യമാണ്. ഫ്ലൈറ്റിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോയ ഒരു ജൂലിയൻ കൊപ്പയ്ക്കിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. സോ സ്റ്റിൽ സ്ട്രാപ്ഡ് ഇൻ ടു, പക്ഷെ അപ്പോഴും അവൾ സീറ്റിൽ ഇരിക്കുക തന്നെയാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, സീറ്റിൽ തന്നെയാണ്. ബട്ട് ഐ വാസ് അലോൺ ഐ വാസ് ഫോളിങ്. പക്ഷേ ഫ്ലൈറ്റിൽ വേറെ ആരും എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്നില്ല, ആകെ ഞാൻ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്നത്. ഐ ക്യാൻ റിമെമ്പർ ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നുണ്ട്, ഞാനിങ്ങനെ തലകുത്തി മറിയുന്ന പോലെ, ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. ആൻഡ് ഐ റിമെമ്പർ തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ക്ഡ് ലൈക്ക് കോളിഫ്ലവേഴ്സ് ആൻഡ് ദെൻ ഐ ലോസ് കോൺഷ്യസ്നെസ്. മുകളിൽ നിന്ന് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് തോന്നി താഴെയുള്ള ഓരോ മരത്തിൻ്റെ ചില്ലകൾ അല്ലെങ്കിൽ ആ മരക്കൂട്ടങ്ങളൊക്കെ കോളിഫ്ലവേഴ്സ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്, കോളിഫ്ലവേഴ്സിനെ പോലെ തോന്നിപ്പിക്കുകയാണ് ജൂലിയൻ കൊപ്പയ്ക്കിന്. പക്ഷേ ആ ഒരു നിമിഷം, ബിക്കോസ് ഓഫ് ദിസ് സ്കെയറി ഫീലിംഗ് ആൻഡ് മേ ബി ആ ഒരു ഷോക്ക് കൊണ്ട് ഷീ ലോസ് ഹെർ കോൺഷ്യസ്നെസ്. ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. താങ്ക് യു. ആൻഡ് ഹോംവർക്ക് സെൻഡ് ചെയ്യാം, അതും കൂടി നിങ്ങൾ ചെയ്ത് അയയ്ക്കാം.